എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് തൊട്ടൊരു പുതിയ യാത്രാ സീരീസ് തുടങ്ങുകയാണ്. മലേഷ്യയിലേക്കാണ് ഞങ്ങളുടെ ഇത്തവണത്തെ യാത്ര. നിങ്ങളുടെ അച്ഛനെ, അമ്മേനെ, മക്കളെ അല്ലെങ്കിൽ ഭാര്യനെ, ഭർത്താവിനെ ഒരു വിദേശ രാജ്യത്തെങ്കിലും കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങൾ. അങ്ങനെയാണെങ്കിൽ അതിന് ഏറ്റവും പറ്റിയ രാജ്യങ്ങളിൽ ഒന്നാണ് കേട്ടോ മലേഷ്യ. സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞതുപോലെ നമ്മൾ ഓരോരുത്തരും ഒരു ദിവസം 100 രൂപ വെച്ച് ഒരു വർഷത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ പോയി ആസ്വദിച്ച് വരാൻ പറ്റിയ ഒരു രാജ്യമാണ് മലേഷ്യ. കൊച്ചിയിൽ നിന്ന് ഏകദേശം 3.5-4 മണിക്കൂറിൻ്റെ ഫ്ലൈറ്റ് കഴിഞ്ഞിട്ടാണ് ഞങ്ങളിപ്പോൾ കോലാലംപൂർ എയർപോർട്ടിൽ എത്തിയേക്കുന്നത്. മലേഷ്യ ഇപ്പോൾ ഇന്ത്യൻ ടൂറിസ്റ്റുകൾക്ക് ഒരു വിസ ഫ്രീ ഡെസ്റ്റിനേഷനാണ്. നമ്മൾ മലേഷ്യയിൽ ലാൻഡ് ചെയ്യണതിന് 2 ദിവസം മുമ്പ് ഒരു ഓൺലൈൻ ഫോം ഫില്ല് ചെയ്യണം എന്നുള്ളൊരു പ്രോസസ്സ് മാത്രം നമ്മൾ ചെയ്താൽ മതി. ഇവിടുത്തെ സമയം ഏകദേശം 7 മണിയായപ്പോഴാണ് ഞങ്ങൾ കോലാലംപൂർ എയർപോർട്ടിൽ എത്തിയത്. ഇൻ്റർനാഷണൽ ടെർമിനലിൽ നിന്ന് ഞങ്ങൾ ഇമിഗ്രേഷൻ സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ ഡൊമസ്റ്റിക് ടെർമിനലിലേക്കാണ് വന്നേക്കുന്നത്. ഞങ്ങൾ ആദ്യം തന്നെ മലേഷ്യയിലുള്ള ഒരു ഐലൻഡായിട്ടുള്ള ലങ്കാവിയിലേക്കാണ് പോണത്. മിക്കവാറും ഇവിടെ വന്ന മലയാളികളെല്ലാവരും 3-4 ദിവസം കോലാലംപൂർ വന്ന് നിന്ന് തിരിച്ചു പോവുകയാണ് ചെയ്യാറ്. നിങ്ങളുടെ കോലാലംപൂർ യാത്രകളിൽ 3-4 ദിവസം നിങ്ങൾക്ക് കൂടുതലെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വലിയ ചിലവൊന്നുമില്ലാണ്ട് നമുക്ക് പോകാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് ലങ്കാവി. 9:25 ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ലങ്കാവിയിലേക്കുള്ള അടുത്ത ഫ്ലൈറ്റ്. രാവിലെ തൊട്ട് രാത്രി വരെ കുറേ ഫ്ലൈറ്റുകൾ കോലാലംപൂരിൽ നിന്ന് ലങ്കാവിയിലേക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 1000-1500 രൂപയ്ക്ക് നമുക്ക് വൺ സൈഡ് ഈ റൂട്ടിൽ ഫ്ലൈറ്റ് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ കോലാലംപൂരിൽ നിന്ന് ഏകദേശം 1 മണിക്കൂർ ഫ്ലൈയിങ് ടൈമാണ് നമുക്ക് ലങ്കാവി ഐലൻഡിൽ എത്താനായിട്ട് എടുക്കുള്ളൂ. ഇത്തവണത്തെ യാത്രയിൽ എൻ്റെ ഫാമിലിയും കൂടെ ഉണ്ട് കേട്ടോ. ലങ്കാവിയിലേക്ക് എൻ്റേത് 3ാമത്തെ യാത്രയാണ്. ലങ്കാവി എത്താറായതോടുകൂടി വിമാനം താഴ്ന്ന് പറക്കാൻ തുടങ്ങിയതോടുകൂടി ലങ്കാവിയിലെ മലകളും എല്ലാം കണ്ടു തുടങ്ങി. മലേഷ്യയുടെ ഏറ്റവും മേലിലുള്ള ഭാഗങ്ങളിലൊന്നാണ് ലങ്കാവി. മലേഷ്യയിലെ കേദ എന്ന പേരുള്ള സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യണ ഈ ഐലൻഡ് ജ്വൽ ഓഫ് കേദ എന്നാണ് അറിയപ്പെടുന്നത് തന്നെ. മലേഷ്യയിൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വന്ന ലൊക്കേഷനുകളിൽ ഒന്നാണ് ഈ ഒരു ഐലൻഡ്. ഏകദേശം 10:30 ആയതോടുകൂടി ഞങ്ങൾ ലങ്കാവി എയർപോർട്ടിലേക്ക് എത്തി. അധികം വലിയ എയർപോർട്ടൊന്നുമല്ല, ഏതെങ്കിലും ഇതൊരു ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. ഈ എയർപോർട്ടിലേക്ക് മെയിനായിട്ട് ഓപ്പറേറ്റ് ചെയ്യണത് എയർ ഏഷ്യയാണ്. എയർ ഏഷ്യ മിക്കവാറും ഡൊമസ്റ്റിക് റൂട്ടുകളിലേക്കാണ് ഇവിടെ നിന്ന് ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യണത്. എയർ ഏഷ്യ കൂടാതെ മലേഷ്യ എയർവേസും ബാട്ടിക് എയർലൈൻസും കോലാലംപൂർ ലങ്കാവി റൂട്ടിൽ ഫ്ലൈറ്റുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇൻ്റർനാഷണൽ ഫ്ലൈറ്റുകൾ മെയിനായിട്ട് ഇവിടെ നിന്ന് സിംഗപ്പൂരിലേക്കും ദുബായിലേക്കുമാണ് ഉള്ളത്. ഇവിടെ ഫ്ലൈറ്റ് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ നടന്നാണ് എയർപോർട്ട് ടെർമിനലിലേക്ക് എത്തണത്. അതുകൊണ്ട് തന്നെ യാത്രക്കാർക്ക് എല്ലാവർക്കും ഫ്ലൈറ്റിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കാനായിട്ടുള്ള ആവശ്യത്തിന് സമയം ഇവിടെ കിട്ടും. ഫ്ലൈറ്റുകളുടെ എണ്ണം കുറവായതുകൊണ്ട് തന്നെ വളരെ ചെറിയൊരു ടെർമിനൽ ബിൽഡിങ്ങാണ് ഇവിടെ ഉള്ളത്. ഈ എയർപോർട്ട് വഴി തന്നെ ഏകദേശം 95% ആളുകളും ടൂറിസ്റ്റുകളാണ്. എയർപോർട്ട് ടെർമിനലിൻ്റെ അകത്ത് ലങ്കാവിയുടെ ഒരു ടൂറിസം മാപ്പ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. എയർപോർട്ട് ടെർമിനലിൻ്റെ അകത്തെ പോലെ തന്നെയാണ് പുറത്തെയും അവസ്ഥ. പ്രത്യേകിച്ച് തിരക്കോ ബഹളോ ആളുകളോ ഒന്നുമില്ല. ഈ നിൽക്കണ മിക്കവരും ഇവിടുത്തെ കാർ റെൻ്റൽസിൻ്റെ സ്റ്റാഫുകളാണ്. കാര്യം ഈ ഐലൻഡിൽ ടാക്സികളൊക്കെ ഉണ്ടെങ്കിലും വന്ന ടൂറിസ്റ്റുകളിൽ മിക്കവാറും ആളുകൾ ഇവിടുന്ന് കാറ് റെൻറ്റിന് എടുക്കാറുണ്ട്. ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു കാറ് റെൻറ്റിന് എടുത്തേക്കാണ്. ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസും പാസ്പോർട്ടിൻ്റെ കോപ്പിയും അതുപോലെ തന്നെ റിട്ടേൺ ടിക്കറ്റിൻ്റെ കോപ്പിയും കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇവിടുന്ന് കാറ് റെൻറ്റിന് എടുക്കാം. ഏകദേശം 2000 ഇന്ത്യൻ രൂപ തൊട്ട് ഡെയിലി റെൻ്റുള്ള കാറുകൾ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ കാറ് റെൻറ്റിന് എടുക്കുമ്പോൾ തന്നെ കാറിൻ്റെ അകഭാഗവും പുറം ഭാഗവും ഫുള്ളായിട്ടൊന്ന് വീഡിയോ എടുത്ത് കയ്യിൽ വെച്ചേക്കാം. ഏകദേശം 2 മണിയൊക്കെ ആകുമ്പോഴാണ് ഞങ്ങൾക്ക് ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ എയർപോർട്ടിൻ്റെ അടുത്തുള്ളൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ കവർ ചെയ്തുകൊണ്ട് തിരിച്ചു പോകാമെന്നാണ് ഞങ്ങളിപ്പോൾ തീരുമാനിച്ചേക്കുന്നത്. കാര്യമായിട്ടുള്ള വണ്ടികളോ ട്രാഫിക്കോ ഒന്നുമില്ലാത്ത റോഡുകളാണ് ഇവിടെ ഉള്ളത്. റോഡുകളെല്ലാം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുമുണ്ട്.
ഞാൻ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസിന് പകരം ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റാണ് ഇവർക്ക് വണ്ടി റെൻറ്റിന് എടുക്കാൻ വേണ്ടി കൊടുത്തത്. ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് പെട്ടെന്ന് അത് അപ്ലൈ ചെയ്തെടുക്കാൻ പറ്റും. എയർപോർട്ടിൽ നിന്ന് ഏകദേശം 15-20 മിനിറ്റ് യാത്ര ചെയ്തപ്പോഴേക്കും ഞങ്ങൾ ആദ്യത്തെ ടൂറിസ്റ്റ് പോയിന്റിലെത്തി. ഈ ഹോർഡിങ്ങിൻ്റെ ബാക്കിൽ കാണുന്ന കേബിൾ കാറിൽ കയറിയാണ് നമ്മുടെ ലങ്കാവിയിലെ യാത്ര നമ്മൾ തുടങ്ങുന്നത്. ഓറിയൻ്റൽ വില്ലേജ് എന്ന് പേരുള്ള ഒരു അട്രാക്ഷൻ്റെ അടുത്തേക്കാണ് നമ്മളിപ്പോൾ വന്നേക്കുന്നത്. ഈ ഓറിയൻ്റൽ വില്ലേജിൻ്റെ ഭാഗമായിട്ടുള്ളൊരു മലയുടെ മേലിലാണ് ലങ്കവി സ്കൈ ബ്രിഡ്ജ് ഉള്ളത്. അതായത് നമ്മുടെ ഷാറൂഖ് ഖാൻ്റെ ഡോൺ എന്ന് പറഞ്ഞ സിനിമയുടെ അവസാനത്തെ ഫൈറ്റ് സീക്വൻസ് ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ. 2 ലെവല് കേബിൾ കാറിൽ കയറിയിട്ട് വേണം നമുക്ക് ഈ ബ്രിഡ്ജിൻ്റെ അടുത്തേക്ക് എത്താനായിട്ട്. പാർക്കിംഗ് ഏരിയയിൽ നിന്ന് നമ്മളിപ്പോൾ കേബിൾ കാർ സ്റ്റേഷൻ്റെ അടുത്തേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കടകളും റെസ്റ്റോറൻറ്റുകളും വാട്ടർ ബോഡീസൊക്കെ ആയിട്ട് നല്ല മനോഹരമായിട്ടാണ് ഈ ഏരിയ ഡിസൈൻ ചെയ്തേക്കുന്നത്. ഇവിടെയുള്ള കടകൾ മിക്കതും ഡ്രസ്സുകളുടെയും ബാഗിൻ്റെയും സോവനിയറുകളുടെയൊക്കെയാണ്. സാധാരണ ടൂറിസ്റ്റ് സ്ഥലങ്ങളിലെ വിലയൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ കടകളിലെ വിലയൊന്നും അത്ര അധികം കത്തിയൊന്നും അല്ല കേട്ടോ. ഏത് നിമിഷവും മഴ തട്ടുന്നുള്ള രീതിയിലാണ് ആകാശത്ത് മേഘങ്ങളുള്ളത്. ഞങ്ങൾ പയ്യെ നടന്ന് കേബിൾ കാർ സ്റ്റേഷൻ്റെ അടുത്തേക്ക് എത്തി. ഇവിടുത്തെ കൗണ്ടറിൽ നിന്ന് കൂടാതെ തന്നെ നമുക്കിതിൻ്റെ ടിക്കറ്റ് ഓൺലൈനായിട്ട് കൊടുക്കാൻ പറ്റും. ഏകദേശം 1500 ഇന്ത്യൻ രൂപയുടെ അടുത്താണ് നമുക്ക് ഈ കേബിൾ കാർ റൈഡിന് കോസ്റ്റ് വന്നത്. ഞങ്ങളിതിൻ്റെ എൻട്രി ടിക്കറ്റ്സ് നേരത്തെ തന്നെ ഓൺലൈനായിട്ട് എടുത്തിരുന്നു. പിന്നെ രാവിലെ തന്നെ ആയതുകൊണ്ടാണ് ഇവിടെ കാര്യമായിട്ടുള്ള തിരക്കൊന്നുമില്ലാത്തത്. എൻട്രി ഗേറ്റിൽ ടിക്കറ്റൊക്കെ സ്കാൻ ചെയ്തിട്ട് ഞങ്ങളിപ്പോൾ കേബിൾ കാറിൽ കയറുന്ന പോയിന്റിലേക്ക് എത്തി. ഇതിലേക്ക് ചെറിയൊരു തിരക്കായി വന്ന ഒരു ലക്ഷണമൊക്കെ കണ്ടു തുടങ്ങി. കേബിൾ കാർ റൈഡുകളിൽ ആളുകളിരിക്കണ ഈ ഒരു ക്യാബിന് പറയണത് ഗൊണ്ടോള എന്നാണ് കേട്ടോ. ഓരോ ഗൊണ്ടോളയിലും ഇവർ ഏകദേശം 4 പേരെ വെച്ചാണ് കയറ്റിക്കൊണ്ടിരിക്കുന്നത്. നാല് പേരുടെ ഒറ്റ ഗ്രൂപ്പാണെന്നുണ്ടെങ്കിൽ ഒരു ഗൊണ്ടോളയിലും, ചെറിയ ഗ്രൂപ്പുകളാണെന്നുണ്ടെങ്കിൽ മിക്സ് ചെയ്തുമാണ് ഇവർ വിട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഏകദേശം 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളും ഒരു ഗൊണ്ടോളയിലേക്ക് കയറി. ഞങ്ങളിതിൽ കയറാൻ നിന്നപ്പോൾ തൊട്ട് ചെറുതായിട്ട് മഴ ചാറി തുടങ്ങിയായിരുന്നു. മലയുടെ മേലിൽ ചെല്ലുമ്പോഴേക്കും മഴ മാറിയിരിക്കുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ. ഈ കേബിൾ കാർ സ്റ്റേഷൻ്റെ ബാക്കിലായിട്ട് കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ചെറിയൊരു പാർക്കൊക്കെ ഇവർ സെറ്റ് ചെയ്തേക്കുന്നത് നമുക്ക് കാണാം. നമ്മളിപ്പോൾ ഈ കാണുന്ന സ്ഥലമാണ് കേബിൾ കാർ സ്റ്റേഷനും അതുപോലെ തന്നെ അതിൻ്റെ പരിസരമൊക്കെ. കേബിൾ കാറൊന്ന് നീങ്ങി തുടങ്ങിയപ്പോൾ തന്നെ മഴയുടെ ശക്തി കൂടിയിട്ടാണ്. പ്രതീക്ഷിക്കാത്ത സമയങ്ങളിലുള്ള മഴ ഇവിടുത്തെ സ്ഥിരം പരിപാടിയാണ്. അതുകൊണ്ട് ലങ്കാവിയിലേക്ക് നിങ്ങൾ പോകാൻ പ്ലാൻ ചെയ്യണമെങ്കിൽ ചെറിയൊരു കുട കയ്യിൽ വയ്ക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും കേട്ടോ. ഈ നേരെ കാണുന്ന മലയുടെ മേലിലേക്കാണ് ഈ ആദ്യത്തെ കേബിൾ കാർ നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കുന്നത്. ഇങ്ങനെ തിങ്ങി നിൽക്കുന്ന മരങ്ങളുടെ പച്ചപ്പിൻ്റെ മേലിൽ കൂടെ ഉള്ളൊരു കേബിൾ കാർ യാത്ര നല്ല രസകരമായിട്ടുള്ളൊരു അനുഭവം ഉണ്ടോ. പിന്നെ ഈ ഒരു കേബിൾ കാർ റൈഡിൻ്റെ ഏറ്റവും നല്ല കാഴ്ച വരാനിരിക്കണുള്ളൂ. കേബിൾ കാർ മലയുടെ മേലിലേക്ക് ഹൈറ്റിലേക്ക് വന്നു തുടങ്ങിയപ്പോഴാണ് ആ ഒരു വ്യൂ നല്ല ഭംഗിയായി കണ്ടു തുടങ്ങിയത്. ഒരു സൈഡ് മുഴുവനും പച്ചപ്പ് നിറഞ്ഞിട്ടുള്ള മലയും നേരെ അറ്റത്തായിട്ട് കടലും.
ഇതാണ് ട്ടോ ഇവിടുത്തെ സിഗ്നേച്ചർ വ്യൂ എന്ന് പറയണത്. നമ്മുടെ കൊണ്ടോളം ഏകദേശം മലയുടെ മേലിലുള്ള കേബിൾ കാർ സ്റ്റേഷൻ്റെ അടുത്തേക്ക് എത്തി തുടങ്ങി. നമ്മൾ ഗൂഗിളിൽ ലങ്കാവി കേബിൾ കാർ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്ന ഫോട്ടോകളിൽ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണിത്. ഈ സമയത്ത് തിരിച്ച് താഴത്തേക്ക് ഇറങ്ങി പോണ കൊണ്ടോളകൾ മിക്കതും കാലിയായിട്ടാണ് പോണത്. ഞങ്ങളിപ്പോൾ ആദ്യത്തെ കേബിൾ കാർ സ്റ്റേഷനിലെത്തി. ഇവിടെ നല്ല ഭംഗിയുള്ളൊരു വ്യൂ പോയിന്റും ഒരു വ്യൂയിങ് പ്ലാറ്റ്ഫോമും ഉണ്ട്. ആളെ നനയ്ക്കാൻ പാകത്തിന് മഴ പെയ്തുകൊണ്ടിരുന്ന കാരണം ഞങ്ങൾ അധികം നേരം ഇവിടെ സ്പെൻഡ് ചെയ്തില്ല. ഇവിടെ നിന്ന് അടുത്ത കേബിൾ കാറിന് വേണം ഞങ്ങൾക്ക് സ്കൈ ബ്രിഡ്ജിൻ്റെ അടുത്തേക്ക് എത്താനായിട്ട്. ഏകദേശം ഇതേ പൊക്കം തന്നെയുള്ള തൊട്ടടുത്ത മലയുടെ മേലിലേക്കാണ് ഈ കേബിൾ കാർ റൈഡ് പോണത്. രാവിലെ വന്ന ആളുകൾ മിക്കവരും ആദ്യത്തെ ലെവലിൽ തന്നെ ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കണം, കാരണം അടുത്ത ലെവലിലേക്കുള്ള ആളുകൾ വളരെ കുറച്ചുള്ളൂ. ഞങ്ങൾ അടുത്ത കുണ്ടോളയിൽ കയറി സ്കൈ ബ്രിഡ്ജിൻ്റെ അടുത്തേക്കുള്ള യാത്ര തുടങ്ങി. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഷാറൂഖ് ഖാൻ്റെ ഡോൺ സിനിമയിലെ അവസാനത്തെ ഫൈറ്റിൻ്റെ ലൊക്കേഷൻ. രണ്ട് മലകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വൃത്താകൃതിയിൽ പണിതേക്കണ ഒരു പ്ലാറ്റ്ഫോമാണത്. ഈ പാലത്തിൻ്റെ രണ്ട് എഡ്ജുകളിലുള്ള പിടുത്തം ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പാലം തൂങ്ങിക്കിടക്കണത് നടുക്കുന്ന് വന്നേക്കണ കേബിളുകളുമേയാണ്. ഈ കേബിൾ കാർ പോയി നിൽക്കാൻ പോണത് സ്കൈ ബ്രിഡ്ജിൻ്റെ എൻട്രിയിലേക്ക് തന്നെ കേട്ടോ. ഞങ്ങളിവിടുത്തെ കേബിൾ കാർ സ്റ്റേഷനിലെത്തി സ്കൈ ബ്രിഡ്ജിലേക്ക് കയറാനായിട്ടുള്ള ടിക്കറ്റ് എടുക്കാൻ നിൽക്കുകയാണ്. സ്കൈ ബ്രിഡ്ജിലേക്ക് കയറാനായിട്ട് നമ്മൾ സെപ്പറേറ്റ് എൻട്രി ടിക്കറ്റ് എടുക്കണം. ഇതിലേക്ക് 2 ടിക്കറ്റ് ഓപ്ഷൻസാണ് ഉള്ളത്. ആദ്യത്തേത് സ്കൈ ബ്രിഡ്ജിലേക്കുള്ള എൻട്രി നേച്ചർ ട്രീൽ എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. ഈ ഓപ്ഷനിൽ നമ്മൾ ഇവിടെ നിന്ന് ഏകദേശം 10 മിനിറ്റ് നടന്ന് വേണം സ്കൈ ബ്രിഡ്ജിൻ്റെ അടുത്തേക്ക് എത്താനായിട്ട്. രണ്ടാമത്തെ ഓപ്ഷൻ സ്കൈ ബ്രിഡ്ജിലേക്കുള്ള എൻട്രി സ്കൈ ഗ്ലൈഡ് എന്ന് പറഞ്ഞ ഫെസിലിറ്റിയും കൂടി ഉള്ളതാണ്. ഞങ്ങൾ ആദ്യത്തെ ഓപ്ഷൻ എടുത്ത് 10 മിനിറ്റ് നടക്കാൻ തന്നെ തീരുമാനിച്ചു. ഈ കാണുന്ന ചെറിയൊരു ട്രാമിൻ്റെ ട്രാൻസ്ഫർ ഫെസിലിറ്റിയും കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് രണ്ടാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ള സ്കൈ ഗ്ലൈഡ്. സ്കൈ ഗ്ലൈഡിൻ്റെ എൻട്രി ഗേറ്റിൻ്റെ അടുത്തുള്ള ക്യൂ കണ്ടതോടുകൂടിയാണ് ഞങ്ങൾ നടക്കാനായിട്ട് തീരുമാനിച്ചത്. മഴയും കൂടി പെയ്തതോടുകൂടി തിങ്ങി നിറഞ്ഞാണ് ഓരോ ട്രാമും താഴത്തേക്ക് പോണതും മേലിലേക്ക് വന്നതും. ഈ ഒരു ക്യാബിനിൽ ഒരേ സമയത്ത് 12 ആളുകളെയാണ് കയറ്റാൻ പറ്റണത്. ഞങ്ങൾ ഏകദേശം 15 മിനിറ്റ് നടന്നെത്തുന്ന സ്ഥലത്തേക്ക് ഈ സ്കൈ ഗ്ലൈഡ് വെച്ച് 2 മിനിറ്റ് കൊണ്ട് എത്താൻ പറ്റും. തൊണ്ണൂറ്റിനാല് മീറ്ററാണ് സ്കൈ ഗ്ലൈഡ് പോണ റെയിലിൻ്റെ ദൂരം. ചെറിയൊരു മലയിൽ കൂടെ ചെറിയ കയറ്റവും ഇറക്കമൊക്കെ ഉള്ളൊരു നടത്തമുണ്ടായി ഈ നേച്ചർ വാക്ക്. ലങ്കവി സ്കൈ ബ്രിഡ്ജിനെയും സ്കൈ ക്യാബിനെയും അതുപോലെ തന്നെ ജിയോ പാർക്കിനെയൊക്കെ പറ്റിയുള്ള ഇൻഫർമേഷൻ ബോർഡ്സ് പോണ വഴിക്കൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ വായിക്കാനെന്നുള്ള രീതിയിൽ ഇവിടെയൊക്കെ റെസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രാത്രി ഒട്ടും ഉറങ്ങാണ്ടിരുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം ടയേർഡായിട്ടാണ് ഞങ്ങൾ ലങ്കാവി എത്തിയതും.
ഏകദേശം 20 മിനിറ്റ് എടുത്ത് നടന്നു കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ സ്കൈ ബ്രിഡ്ജിൻ്റെ അടുത്തേക്ക് എത്തിയത്. ഏകദേശം 125 മീറ്ററാണ് ഈ ഒരു ബ്രിഡ്ജിൻ്റെ നീട്ടം. മഴ വീണ്ടും ഏത് നിമിഷവും വരാമെന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ കാലാവസ്ഥ. മഴ പെയ്യണേക്കാളും മുമ്പ് അപ്പുറത്ത് എൻഡി വരുമെന്ന് നടന്നെത്താമെന്നുള്ള പ്ലാനിലാണ് ഞങ്ങൾ. അധികം എണ്ണമില്ലെങ്കിലും കുറച്ച് ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളെയൊക്കെ ഞങ്ങൾ ഈ പരിസരത്ത് കണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളിങ്ങേ അറ്റത്തെത്തി 2 മിനിറ്റിനുള്ളിൽ അത്യാവശ്യം നന്നായിട്ട് മഴയും തുടങ്ങി. ഞങ്ങളെപ്പോലെ തന്നെ കുറേ ടൂറിസ്റ്റുകൾ മഴ മാറിയതിന് ശേഷം മാത്രം പുറത്തിറങ്ങാനായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. മഴ മുറുകി പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാണ്ടായതോടുകൂടി പല ടൂറിസ്റ്റുകളും പ്ലാറ്റ്ഫോമിൽ തന്നെ ആക്കിയിട്ടാണ് ഇരിപ്പ്. ഈ ബ്രിഡ്ജിൻ്റെ അറ്റത്തു നിന്നുള്ള വലത്തേ ഭാഗത്തേക്കാണ് തായ്ലൻഡ് തുടങ്ങുന്നത്. ഈ ലങ്കാവി ഐലൻഡിൻ്റെ വളരെ അടുത്ത് തന്നെയായിട്ടാണ് തായ്ലൻഡ് രാജ്യവും. ഞങ്ങൾ കുടയായിട്ട് പുറത്തിറങ്ങാമെന്നൊക്കെ പ്ലാൻ ചെയ്ത് നിന്നപ്പോഴേക്കും മഴ പെട്ടെന്ന് മാറി. ആ നേരെ മേലിൽ കാണുന്ന കേബിൾ കാർ സ്റ്റേഷൻ്റെ അടുത്ത് നിന്നാണ് ഞങ്ങൾ ഇങ്ങോട്ട് നടന്നു വന്നത്. തിരിച്ച് കയറ്റമൊക്കെ കയറണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടില്ലാണ്ടില്ല കേട്ടോ. ഈ സ്കൈ ബ്രിഡ്ജിൻ്റെ മേലിൽ നിന്ന് നോക്കണ കാഴ്ചകളെല്ലാം ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫർമാർക്ക് നല്ല കിടിലൻ ഫോട്ടോ എടുക്കാൻ പറ്റിയ വ്യൂകളാണ്. ലങ്കാവി സ്കൈ ബ്രിഡ്ജ് ലോകത്തിലെ ഏറ്റവും നീട്ടുള്ള കർവ് സസ്പെൻഷൻ ബ്രിഡ്ജാണ് കേട്ടോ. 2004 പണി പൂർത്തിയായ ഈ ബ്രിഡ്ജ് ഡോൺ സിനിമയുടെ ലൊക്കേഷൻ ആയതോടുകൂടി അത്യാവശ്യം ഇന്ത്യക്കാർക്ക് എല്ലാവർക്കും ഇത് പോപ്പുലറായി. ഈ ബ്രിഡ്ജിൽ ചില സ്ഥലങ്ങളിൽ നേരെ താഴത്തേക്ക് കാണാൻ പാകത്തിൽ ടഫൻ ഗ്ലാസ് പിരിച്ചിട്ടുണ്ട്. ഈ പാലവും ഇതിൻ്റെ ഭാഗങ്ങളെല്ലാം മലയുടെ മേലിലേക്ക് ഹെലികോപ്റ്ററിൽ കൊണ്ടുവന്നിട്ട് പിന്നീട് ഇവിടെ വെച്ച് സെറ്റ് ചെയ്യുകയാണ് ചെയ്തത്. 82 മീറ്റർ പൊക്കമുള്ള ഈ ഒരു സ്ട്രക്ചറിൽ നിന്നാണ് സ്കൈ ബ്രിഡ്ജ് തൂങ്ങിക്കിടക്കണ കേബിളുകളെല്ലാം കണക്ട് ചെയ്തേക്കണത്. ഈ പൈപ്പിൻ്റെ അകത്തേക്കൂടെ ഇട്ടേക്കണ പല ലെയറുള്ള കേബിളുകൾ വെച്ചാണ് സ്കൈ ബ്രിഡ്ജിനെ സെൻറ്ററിലുള്ള സപ്പോർട്ടായിട്ട് ബന്ധിപ്പിച്ചേക്കണത്. കുറച്ച് നേരം അവിടെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് ചെറുതായിട്ട് വിശന്നു തുടങ്ങി. അങ്ങനെ ഞങ്ങൾ വീണ്ടും മലയിറക്കവും കയറ്റമൊക്കെ ആയിട്ട് കേബിൾ കാർ സ്റ്റേഷൻ്റെ അടുത്തേക്ക് നടക്കുകയാണ്. അങ്ങനെ ലങ്കാവിയിൽ വന്നിറങ്ങിയപ്പോൾ തന്നെ നല്ല ഭംഗിയുള്ള കാഴ്ചകളെല്ലാം കണ്ടിട്ട് ഞങ്ങൾ കേബിൾ കാറിൽ കയറി തിരിച്ച് മലയുടെ താഴത്തേക്കുള്ള യാത്രയിലാണ്. താഴത്ത് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഭക്ഷണം എന്തെങ്കിലും കഴിച്ചിട്ട് പിന്നീട് ഹോട്ടലിലേക്ക് പോകാനായിട്ടാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്നത്. ഈ ഐലൻഡിൽ കുവാന്ന് പേരുള്ളൊരു ടൗണിലാണ് ഞങ്ങൾ ഹോട്ടൽ ബുക്ക് ചെയ്തേക്കണത്. കുവയാണ് ലങ്കാവിയിലെ ഏറ്റവും വലിയ ടൗൺ. നമ്മുടെ നാട്ടിലെ വലിയ ടൗണുകളായിട്ടൊന്നും ഇതിനെ കമ്പയർ ചെയ്യരുതിട്ടാ. ഈ ഫ്രണ്ടിൽ കാണുന്ന ബേവ്യൂ എന്ന് പേരുള്ള ഹോട്ടലിലാണ് ഞങ്ങൾ മുറി ബുക്ക് ചെയ്തേക്കുന്നത്. ലങ്കാവിയിലെ മെയിൻ ടൂറിസ്റ്റ് ഏരിയയിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ നീങ്ങിയാണ് ഈ സ്ഥലം. മെയിൻ ടൂറിസ്റ്റ് ഏരിയനെ വെച്ച് നോക്കുമ്പോൾ അധികം പൈസ ചിലവില്ലാണ്ട് അത്യാവശ്യം നല്ല റൂമുകൾ ഇവിടെ കിട്ടുന്നുള്ളതും കൊണ്ടാണ് ഈ പരിസരത്ത് റൂം എടുത്തത്. പിന്നെ കാറ് റെൻറ്റിന് എടുത്തേക്കണതും കൊണ്ട് അടുത്തുള്ള ടൂറിസ്റ്റ് സ്ഥലങ്ങളിലേക്ക് ഓടിയെത്താനും ബുദ്ധിമുട്ടില്ല. കുവ ടൗണിൻ്റെ ഏകദേശം സെൻട്രലിലൊക്കെ ആയിട്ടുള്ള ഈ പ്രോപ്പർട്ടി ഒരു 4 സ്റ്റാർ ഹോട്ടലാണ്. പലയിടത്തുനിന്നും കണ്ട റിവ്യൂകളിൽ അത്യാവശ്യം നല്ല അഭിപ്രായം കണ്ടത് കൊണ്ടാണ് ഞങ്ങൾ ഈ ഹോട്ടൽ ചൂസ് ചെയ്തത്. ഇന്നലെ രാത്രിയും അതുപോലെ ഇന്ന് പകലും ഒരു തുള്ളി ഉറങ്ങാത്തത് കൊണ്ട് ഇനിയുള്ള കറക്കം നാളെ നടത്താമെന്നും പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഹോട്ടലിലേക്ക് എത്തിയത് തന്നെ.